നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ആശുപത്രികളിലും വീൽ ചെയർ ഉരുട്ടിയും അതുപോലെ തന്നെ ട്രോളി വലിച്ചും ഷിഫ്റ്റ് പോലും ഇല്ലാത്ത സമയക്രമങ്ങളിൽ ജോലി ചെയ്തും വളരെ കഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഈ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരത്തിലാണ് സർ. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഒരാൾ പോലും പുറത്തിറങ്ങുവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്ന കാലത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ നിരവധി ആളുകളെ ബലികഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സാധു മനുഷ്യർ കഴിഞ്ഞ 23 ദിവസക്കാലമായി ആ സെക്രട്ടേറിയറ്റിലെ വെറും തറയിൽ സമരമിരിക്കുകയാണ് സർ. കോവിഡ് സർവേയും ലെപ്രസി സർവേയും ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും വെയിലും കൊണ്ട് നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും വെയിലും കൊണ്ട് തന്നെയാണ് സാർ അവിടെ സമരമിരിക്കുന്നത്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ 7000 രൂപ മാത്രമാണ് സാർ. ആ 7000 രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ 3 മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സാർ അവർക്ക് സമരമിരിക്കേണ്ടി വന്നത്. 700 രൂപ പ്രതിദിന വേതനമുള്ള ഈ സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് വെറും 232 രൂപയാണ്. ആ 232 രൂപയാണ് സാർ ഇവർ മുടക്കിയിരിക്കുന്നത്. അവർക്ക് പ്രതിദിനം 700 രൂപയായി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് സാർ ഇവരിങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? അവർക്ക് 700 രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ? LDF-ന്റെ 2021 ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 45-ാം പോയിന്റിൽ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി 700 രൂപയാക്കുമെന്ന്. ആ 700 രൂപ ഇവർ നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ പുലഭ്യമാണ് സാർ അവരെ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് സാർ അവരെ വിളിച്ചത്? നിങ്ങൾ അവരെ കൃമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവർ ഈർക്കൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? എന്ന് തൊട്ടാണ് സാർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര അയിത്തമായി തോന്നി തുടങ്ങിയത്? കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സാർ ഇവർ? അവർക്കിപ്പോ ബക്കറ്റ് പിരിക്കുന്നത് മോശം കാര്യമായി തോന്നുകയാണ് സാർ. മിനിമം കൂലി കൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ മന്ത്രിയും പറഞ്ഞു മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എന്ന്. അങ്ങനെ മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എങ്കിൽ സാർ പിന്നെ എന്തിനാണ് 2014 ആണ്ട് ഡിസംബർ 8-ന് ഇന്ന് ഈ ആശാ വർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്ന CITUവിന്റെ സെക്രട്ടറി ശ്രീ എളമരം കരീം ഇതേ നിയമസഭയിൽ 10,000 രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ഈ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ പിന്നെന്തിനു വേണ്ടിയിട്ടാണ് സാർ? 2024 ആണ്ട് ഫെബ്രുവരി മാസം 29-ാം തീയതി ഹരിയാനയിലെ CITUക്കാർ ആശാ വർക്കർമാരുടെ ശമ്പളം 26,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്തിനാണ് സാർ സമരം ചെയ്തത്? എന്തിനാണ് സാർ ബംഗാളിലെ CITUക്കാർ ബംഗാൾ സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 75-ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് അവാർഡ് നേടിയ മനുഷ്യന്മാരാണ് സാർ കഴിഞ്ഞ 23 ദിവസക്കാലമായി മഴയും വെയിലും കൊണ്ട് സമരമിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരോടൊന്ന് സംസാരിക്കുവാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഒന്ന് ഗൗനിച്ചിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല സാർ, ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി കെട്ടിയ ടാർപോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പോലീസ് വലിച്ചു കളഞ്ഞില്ലേ സാർ? അതെന്തൊരു നീതിയാണ് സാർ? ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ ആശാ വർക്കർമാരോട് നടത്തിയോ സാർ? ആ ആശാ വർക്കർമാർ കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സഭയിൽ വന്ന് കേരളം നമ്പർ 1 എന്ന് ഈമ്പ് കൊള്ളുന്നത്? ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ? ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല സാർ, ആ വനിതകൾ, ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ, അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരണ്ട, ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിലിരിക്കുന്ന എല്ലാവരും വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ? നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോൾ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത്? വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ കൊച്ചു വെളുപ്പാങ്കാലത്ത് പോകാം, പാതിരാത്രിയിൽ പോകാം. പക്ഷേ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ
പഠിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോൾസ് ഈഗോയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ പോയി. സന്തോഷം, നിക്ഷേപകരെ കാണൂ. ഞങ്ങൾ 2003 ജിമ്മ് നടത്തിയപ്പോൾ, ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോൾ അതിനെ തള്ളി പറഞ്ഞ ആളുകൾ 2025 പേര് മാറ്റി നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ. ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോൾ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോൾ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് പോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സാർ ഇവരുടെ മുന്നിൽ. ആശാവർക്കർമാരുടെ ശമ്പളം 21,000 രൂപയാക്കണമെന്ന് പറയുമ്പോൾ ഇപ്പൊ മന്ത്രി പോലും പറഞ്ഞെന്താ? ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് 1000 രൂപയായിരുന്നു ഓണറേറിയം. ശരിയാണ് സാർ. ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കാലത്ത് 300 രൂപയായിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 1000 രൂപയാക്കി. അന്ന് 1000 രൂപയാക്കുമ്പോ ആശാവർക്കർമാരുടെ പ്രവൃത്തി സമയം എത്രയാ സാർ? ആശാവർക്കർമാരുടെ പ്രവൃത്തി സമയം വെറും 3 മണിക്കൂർ മാത്രമാണ്. മാത്രമല്ല ആ 3 മണിക്കൂറിന് ശേഷം അവർക്ക് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം, മറ്റു വരുമാനങ്ങൾ നേടാം. എന്നാൽ ഇന്നതാണോ സാർ അവസ്ഥ? 9 തൊട്ട് 5 വരെയാണ് അവരുടെ പ്രവൃത്തി സമയം. അല്ല സാർ, അത് കഴിഞ്ഞും വീട്ടിൽ വന്നതിന് ശേഷവും അവർ ഡേറ്റ എൻട്രി നടത്തണം. ആ ഡേറ്റ എൻട്രി നടത്തുന്നത് മാത്രമല്ല, 2018 ശേഷം ഈ ആശാവർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ. അവർക്ക് മറ്റൊരു വരുമാനവുമില്ല സാർ. ആ മനുഷ്യർക്കാണ് 10 മാനദണ്ഡങ്ങളിലൂടെ മാത്രം 7000 രൂപ കിട്ടുന്നത്. ഈ ആശാവർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന് കൈയടിക്കണം സാർ. ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് 232 രൂപ കൊടുത്താൽ മതിയാകുമോ സാർ? പിന്നെ പറയുന്നത്, ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത്, ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന. ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ സാർ? സിക്കിമിൽ 10,000 രൂപയാണ് സാർ ഓണറേറിയം. ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഇവരുടെ താരതമ്യം എന്തൊരു താരതമ്യമാണ് സാർ? ഏത് വിഷയം പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി താരതമ്യം നടത്തുക. അതുകൊണ്ട് ഈ നാടിന് എന്താ സാർ പ്രയോജനം? ഇവർ താരതമ്യം ചെയ്യുമ്പോൾ ആരുമായി താരതമ്യം ചെയ്യണം? നമ്മളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവർ. ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിൽ ഇവർക്ക് പശ്ചിമ ബംഗാളുമായി താരതമ്യം ചെയ്യുമ്പോൾ പശ്ചിമ ബംഗാളിൽ ആശാവർക്കർമാർ റിട്ടയർ ആയാൽ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 5 ലക്ഷമാണ്. പശ്ചിമ ബംഗാളിൽ ഇവർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ടല്ല 5 ലക്ഷം, ഇവരെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിച്ചത് കൊണ്ടാണ് അവിടെ 5 ലക്ഷം രൂപ കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവരുടെ റാങ്കിങ്ങിന്റെ പ്രത്യേകത എന്താ സാർ? ഇവരുടെ റാങ്കിങ് വിശേഷമായ റാങ്കിങ് ആണ് സാർ. ആ റാങ്കിങ്ങിൽ പരീക്ഷ ഇടുന്നത് ഇവർ, ചോദ്യം തയ്യാറാക്കുന്നവർ, പരീക്ഷ പരിശോധിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ. സാർ, ആശാവർക്കർമാർക്ക് 700 രൂപ കൊടുക്കാൻ പൈസയില്ല സാർ സർക്കാരിന്റെ കയ്യിൽ. പക്ഷേ PSC മെമ്പർമാർക്ക്, ഒരു PSC നിയമനവും നടത്താത്ത മെമ്പർമാർക്ക് 2,23,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നത് 3,25,000 ആക്കി വർദ്ധിപ്പിച്ചു സാർ. ഒരു മാസമാണ് സാർ. അതായത് 10,000 രൂപ ദിവസ ശമ്പളം ഉണ്ടായിരുന്നത് പോരാ, ദിവസ ശമ്പളം പോരാ എന്ന് പറഞ്ഞ് 13,541 രൂപയാക്കി സാർ. PSC ചെയർമാന്റെ ശമ്പളം 10,000-ൽ നിന്ന് 14,538 ആക്കി വർദ്ധിപ്പിച്ചു സാർ. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാർ? പ്രധാനപ്പെട്ട കാര്യമില്ല, പോയിന്റിൽ കൺക്ലൂഡ് ചെയ്യാൻ എല്ലാം പ്രധാനപ്പെട്ടതാണ്. കൺക്ലൂഡ് ചെയ്യണം സാർ. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? കേന്ദ്രം പണം തന്നില്ല. കേന്ദ്രം തരാനുള്ളത് കണക്ക് പ്രകാരം പരമാവധി 98 കോടിയാണ് സാർ. കേന്ദ്രം പണം തരണം സാർ, കേന്ദ്രം പണം തരണം സാർ. ആ കേന്ദ്രത്തിൽ നിന്ന് 98 കോടി രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ശ്രീ KV തോമസിന് 30 ലക്ഷം രൂപ ശമ്പളം കൂടാതെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 6,11,000 കൂട്ടി 11,11,000 KV തോമസ് മാഷോട് പറയാം സാർ. വാങ്ങിയെടുക്കാൻ സമയമായി സാർ. ഇവരുടെ ഫോൾസ് ഈഗോകൾ വിട്ട് ഇവരുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന ആ സാധു മനുഷ്യർക്ക് അവർക്ക് 21,000 രൂപ എന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ. മാനദണ്ഡങ്ങൾ അവസാനിപ്പിക്കണം സാർ. കുടിശ്ശിക വരുത്തുവാൻ പാടില്ല സാർ. ആശയറ്റ് സമരത്തിലിരിക്കുന്ന ആ സാധു മനുഷ്യർ അവർ കേവലം ആശാപ്രവർത്തകരല്ല സാർ, അവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് സാർ. അവരോട് നീതി കൊടുക്കുവാൻ വേണ്ടി ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കണം.